ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 118 സങ്കീർത്തനം 17 തിരുവചനം, ഞാൻ മരിക്കുകയില്ല, കർത്താവിൻ്റെ പ്രവർത്തികൾ ഞാൻ പ്രഘോഷിക്കും. സങ്കീർത്തകന്റെ ഉറച്ച തീരുമാനമായിരുന്നു, ഈ ലോക ജീവിതത്തിൽ കർത്താവേ, അവിടുത്തെ പ്രവർത്തികൾ ധീരതയോടെ ഞാൻ പ്രഘോഷിക്കും. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം ഇത് തന്നെയാണ്. സങ്കീർത്തകനോട് ചേർന്ന് ഈ വചനത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പരിശുദ്ധാത്മാവ് വചനത്തിൻ്റെ ആത്മാവാണ്, സാക്ഷ്യത്തിൻ്റെ ആത്മാവാണ്. നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ, നമ്മെ ആകുലപ്പെടുത്തുന്ന ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമുക്കുണ്ട്. നമ്മുടെ കുടുംബങ്ങളെ, ദൈവം തന്ന നമ്മുടെ മക്കളെ, തൊഴിൽ മേഖലകളെ, ജീവിത സാഹചര്യങ്ങളെ, നമ്മൾ അനുഭവിക്കുന്ന എല്ലാവിധ ദുരിതങ്ങളെയും നമ്മെ തെരഞ്ഞെടുത്തവനായ കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മൾ ഒറ്റയ്ക്കല്ല. ഈ വിശ്വാസയാത്രയിൽ നമ്മെ വിളിച്ച കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഏത് സാഹചര്യമാവട്ടെ, ആ സാഹചര്യത്തിലെല്ലാം കർത്താവിൻ്റെ ജീവനുള്ള സാന്നിധ്യം അനുഭവിച്ച് നമ്മൾ ആത്മാവിൽ ബലപ്പെടണം. സങ്കീർത്തകനെ പോലെ ഞാൻ കർത്താവിൻ്റെ പ്രവർത്തികൾ പ്രഘോഷിക്കും. ഈ ഒരു നിലപാട് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാം. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മളായിരിക്കുന്ന മേഖലകളിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഭവനങ്ങളിലേക്ക് പരിശുദ്ധാത്മ വരട്ടെ. നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിൻ്റെ റൂഹ ഉണർത്തട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളിലും തലമുറകളിലും ദൈവാത്മാവിൻ്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, ദൈവത്തിന്റെ ആത്മാവേ വരണമേ, ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ അഭിഷേകമായി കത്തിപ്പടരണമേ. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളിലും പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സജീവ സാന്നിധ്യം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ ഒന്നിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. നമ്മൾ അഭിഷേകത്തോടെ പാടിക്കേ, ഉണർവോടെ പാടി പ്രാർത്ഥിച്ച് കരങ്ങൾ അടിച്ച് പാടുന്നു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഓ പവർ ജീസസ്. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. ആഗ്രഹത്തോടെ പാടിയ ആത്മാവേ, പരിശുദ്ധാത്മാവ് വിളിച്ച് വിളിച്ച് പാടി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാ വരട്ടെ, അവിടെ ഇടപെടട്ടെ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ഹോളി സ്പിരിറ്റ് മൂവ്. ആത്മാവേ, കർത്താവേ നീ അറിയുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? എങ്കിൽ ഉണർവോടെ പ്രാർത്ഥിച്ച് പാടിയ പരിശുദ്ധാത്മാവേ വരണമേ, നടന്നിടുവാൻ. ആദിയിൽ എന്ന പോലാത്മാവേ അധിക ബലം തരണ, അധികമായ ബലം, കർത്താവേ പകരുക. ബലം തരണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിട. ഉന്നതമായ ശക്തി വ്യാപരിക്കട്ടെ. ഉയരത്തിലെ ശക്തി ഇറങ്ങട്ടെ. കെട്ടുകളെ പൊട്ടിക്കുന്ന ശക്തി, ദുഃഖങ്ങൾ ഒടിക്കുന്ന ശക്തി, ബന്ധങ്ങൾ ഒഴിക്കുന്ന ശക്തി, ജീവിതങ്ങളെ നവീകരിക്കുന്ന ശക്തി, ദേശങ്ങളെ രാജ്യങ്ങളെ ഉണർത്തുന്ന ശക്തി കർത്താവേ പകരുക, കർത്താവേ പകരുക. റിലീസ്, റിലീസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പകർന്നിടണേ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി
ഇടിമുഴക്ക ശക്തിയോടെ പെരുവെള്ളത്തിന്റെ ഇരമ്പലോടെ നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നു ഈശോയേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകം ഒഴുകട്ടെ, അഭിഷേകം നിറയട്ടെ, കെട്ടുകൾ അടിയട്ടെ, ദുഃഖങ്ങൾ ഒടിയട്ടെ. പരിശുദ്ധാത്മ ശക്തി ഇടിമിന്നൽ പോലെ ഓരോ ഭവനത്തിലും, ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, ജനപദങ്ങളിൽ വ്യാപരിക്കട്ടെ കർത്താവേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും ദൈവത്തിന്റെ റുഹായെ വരണമേ. വചന ശക്തിയായി, വചന കൃപയായി, അഭിഷേക തീയായി പരിശുദ്ധ റുഹായെ വ്യാപരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കെട്ടുകൾ അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, ദുഃഖങ്ങൾ ഒടിയട്ടെ, ബന്ധനങ്ങൾ തകരട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഓരോ വ്യക്തിയും തുടരണമേ. ഇവാഞ്ചലൈസേഷൻ സീൽ വർദ്ധിപ്പിക്കണമേ. സുവിശേഷ വൽക്കരണത്തിന് ദർശനം വർദ്ധിപ്പിക്കണമേ. സുവിശേഷ വേല ചെയ്യാൻ തീഷ്ണത നൽകണമേ. പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ റൂഹായേ, anoint, anoint, anoint. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. പരിശുദ്ധ അമ്മേ, സഭയുടെ അമ്മേ, വചനത്തിന്റെ അമ്മേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. വചനം ധ്യാനിക്കുമ്പോ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവിനാൽ ഉണർത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. ദൈവവചനത്തിൽ നിന്ന് കർത്താവിൻ്റെ റൂഹ ഇന്ന് നമുക്ക് നൽകുന്ന ആലോചന, സുവിശേഷ ദർശനം മങ്ങി പോകരുത്. സുവിശേഷ ദർശനം മങ്ങിപ്പോകരുത്. എൻ്റെ സഹോദരങ്ങളെ, ഈ നാളുകളിൽ ഈ വചന സന്ദേശത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ലോകത്തിന് വിവിധ ദിക്കുകളിൽ, പല രാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിലായിരുന്നു നമ്മൾ ജനലക്ഷങ്ങളാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് കർത്താവിൻ്റെ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വചനം കേൾക്കുന്ന നമ്മോടെല്ലാം ദൈവത്തിൻ്റെ റൂഹ പറയുന്ന പ്രവചന സന്ദേശമാണിത്. സുവിശേഷ ദർശനം മങ്ങിപ്പോകരുത്. കർത്താവ് നൽകിയ വിളിയിൽ നിന്നും തെരഞ്ഞെടുപ്പിൽ നിന്നും നമ്മൾ വ്യതിചലിച്ച് വഴിമാറി പോകുന്നത് നമ്മെ വിളിച്ചവനായ കർത്താവിന് വലിയ വേദനയും സങ്കടവുമുള്ള കാര്യമാണ്. മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വചനത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ഈ വചനത്തിലൂടെ പരിശുദ്ധ റൂഹ എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? തൻ്റെ പ്രിയപ്പെട്ടവരെ തൻ്റെ അരികിലേക്ക് വിളിച്ച കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. ലോകമെങ്ങും നിങ്ങൾ പോവുക, അതിന് അതിരുകളില്ല. രാജ്യങ്ങളിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്ക്, സകല ജനപദങ്ങളിലേക്കും എൻ്റെ സുവിശേഷവുമായി നിങ്ങൾ കടന്നു ചെല്ലുക. നിങ്ങൾ പോയി എൻ്റെ ജനത്തെ സുവിശേഷം, എൻ്റെ വചനം അറിയിക്കുക. ഇത് കർത്താവ് സഭയ്ക്ക് നൽകിയ സാർവത്രികമായ ദൗത്യമാണ്, യൂണിവേഴ്സൽ മിഷനാണ്. ഈ ദൗത്യത്തിൽ എൻ്റെ സഹോദരങ്ങളെ, എന്നെയും നിങ്ങളെയും കർത്താവ് പങ്കാളികളാക്കിയിരിക്കുക. 2000 വർഷമായി ഈ ദൗത്യത്തിൽ സഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ നാളുകളിൽ, ഈ തലമുറയിൽ എന്നെയും നിങ്ങളെയുമാണ് കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ദൗത്യത്തിനു വേണ്ടി. കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് പറയുന്നത്? ഇന്ന് പലപ്പോഴും ജീവിതത്തിൻ്റെ വ്യഗ്രതകളാൽ, ഈ ലോകത്തിൻ്റെ ആവശ്യങ്ങളാലും മോഹങ്ങളാലും തെരഞ്ഞെടുക്കപ്പെട്ടവരായ നമ്മുടെ സുവിശേഷ ദർശനത്തിൽ മങ്ങലേറ്റിട്ടുണ്ട്. ഇത് നമ്മൾ അംഗീകരിച്ചേ മതിയാകും സഹോദരങ്ങളെ. കർത്താവിൻ്റെ വേലയിൽ നമ്മൾ വ്യാപരിച്ചിരുന്ന ആ വേഗതയിൽ
നമുക്ക് കുറവ് സംഭവിച്ചിട്ടുണ്ട്. ആത്മാക്കൾ രക്ഷപ്പെടണം, കർത്താവിൻ്റെ രാജ്യം വളരണം, ജനപദങ്ങൾ സുവിശേഷവൽക്കരിക്കപ്പെടണം എന്നുള്ള ആ വലിയ ദർശനത്തിൽ നിന്ന് പലപ്പോഴും നമ്മൾ വഴിമാറിപ്പോയിട്ടുണ്ട്. അതിന് പല കാരണങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാകാം. എന്നാൽ ദൈവത്തിൻ്റെ റൂഹ വളരെ കർശനമായ ഭാഷയിൽ നമ്മെ അറിയിക്കുകയാണ്, പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, സ്വർഗം നിന്റെ മേൽ ഇട്ടിരിക്കുന്ന ഈ അഭിഷേക ദർശനത്തിൽ നിന്ന് നീ വഴിമാറി പോകരുതേ, നീ വ്യതിചലിച്ചു പോകരുതേ. ഇത് സ്വർഗത്തിന്റെ നിലവിളിയാണ് നമ്മോടുള്ള ബന്ധത്തിൽ. വിശുദ്ധ വേദപുസ്തകത്തിൽ ദർശനങ്ങൾക്ക് എപ്പോഴും പ്രാധാന്യമുണ്ട്. കർത്താവ് എപ്പോഴും നമ്മളോട് ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്, ദർശനം വേണം, വിഷൻ, പ്രൊഫറ്റിക് വിഷൻ. സുവിശേഷവൽക്കരണത്തെ കുറിച്ചുള്ള ഒരു പ്രവാചക ദർശനം കർത്താവിന്റെ ജനം പ്രാപിക്കണം. ഉൽപ്പത്തിയുടെ പുസ്തകം 22:4 പറയുന്നുണ്ട്, തല ഉയർത്തി നോക്കിയപ്പോൾ അബ്രഹാം ആ സ്ഥലം കണ്ടു. നമ്മൾ തല ഉയർത്തി നോക്കണം കർത്താവിന്റെ മനസ്സ് കാണുവാൻ. ഈ കാലഘട്ടത്തിൽ എപ്രകാരമാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്? കർത്താവിന്റെ മനസ്സിൽ ആ കൺസേൺ ഉണ്ട്. ആ മനസ്സ് കണ്ട് പ്രവർത്തിക്കുന്നവരായി നമുക്ക് സാധിക്കണമെങ്കിൽ സഹോദരങ്ങളെ, പ്രവാചക ദർശനം, സുവിശേഷ ദർശനം നമുക്കുണ്ടായേ തീരൂ. നമ്മൾ തല ഉയർത്തി നോക്കണം. പരിശുദ്ധാത്മാവിൽ സ്വർഗം നൽകുന്ന ദർശനങ്ങൾ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, കുടുംബങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ യുവജനങ്ങൾ പരിശുദ്ധാത്മാവിൽ തീപന്തങ്ങളായി ജ്വലിക്കപ്പെടാൻ വേണ്ടി, ദേശങ്ങൾ, രാജ്യങ്ങൾ കർത്താവിനായി സ്വാധീനിക്കപ്പെടാൻ വേണ്ടിയുള്ള സ്വർഗത്തിന്റെ ദർശനങ്ങൾ, പ്രൊഫറ്റിക് വിഷൻസ്, സഹോദരങ്ങളെ, ഈ നാളുകളിൽ നമ്മൾ കർത്താവിൽ നിന്ന് പ്രാപിച്ചെടുക്കണം. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 3-4 വചനങ്ങളിൽ പറയുന്നില്ലേ, നീ കാണുന്ന ദർശനം നീ രേഖപ്പെടുത്തുക. ദർശനം അത് സമയം നോക്കിയിരിക്കുകയാണ്. എന്തിനു വേണ്ടി? പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി. അപ്പൊ നമുക്കെല്ലാവർക്കും കൃത്യമായൊരു വിഷൻ ഉണ്ടാകണം. കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തെക്കുറിച്ച്, കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വിളിയെക്കുറിച്ച്. അത് ബഹുമാനപ്പെട്ട വൈദികരാണെങ്കിലും, സമർപ്പിതരാണെങ്കിലും, കുടുംബസ്ഥരാണെങ്കിലും, ഏകാവസ്ഥ ജീവിതം നയിച്ച് ഈശോയെ മഹത്വപ്പെടുത്തുന്നവരാണെങ്കിലും, നമ്മൾ ഏത് വിളിയിലും ഏത് ജീവിത അവസ്ഥയിലുള്ളവരാണെങ്കിലും, എൻ്റെ സഹോദരങ്ങളെ, നമ്മളെല്ലാം തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, കർത്താവിനാൽ നിയോഗിക്കപ്പെട്ടവരാണ്. നമുക്കെല്ലാം കൃത്യമായൊരു ദൗത്യമുണ്ട്. ഈ ദൗത്യ നിർവഹണത്തിൽ കർത്താവിൻ്റെ മനസ്സ് കാണുവാനുള്ള പ്രവാചക ദർശനത്തിൽ ദൈവജനം നിറയപ്പെടുവാൻ ഈ നാളുകളിൽ ദൈവത്തിൻ്റെ റൂഹ നമ്മോട് ആവശ്യപ്പെടുകയാണ്. അനേകം കുടുംബങ്ങളിൽ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുക. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ വ്യഗ്രത പൂണ്ടിങ്ങനെ പോയാൽ മതിയോ? നമ്മുടെ ആവശ്യങ്ങൾ ഒരുപാടുണ്ട്, ശരിയാ. പക്ഷേ ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നാം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ മതിയോ? ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ മുട്ടുമടക്കി നിലവിളിച്ച് കൈവിരിച്ച് പ്രാർത്ഥിച്ചാൽ മതിയോ? കർത്താവിൻ്റെ മനസ്സ് നിറവേറപ്പെടുവാൻ, കർത്താവിൻ്റെ സ്വപ്നങ്ങൾ ഈ തലമുറയിൽ സാക്ഷാത്കരിക്കപ്പെടുവാൻ, കർത്താവിൻ്റെ വചനങ്ങൾ ഈ നാളുകളിൽ നിറവേറ്റപ്പെടുവാൻ, ഞാനും നിങ്ങളും അതിനുവേണ്ടി നമ്മുടെ ജീവിതങ്ങളെ കർത്താവായ യേശുവിന് എറിഞ്ഞു കൊടുക്കുവാൻ നാം പ്രതിബദ്ധതയുള്ളവരാണോ? ഇതാണ് ഇന്ന് സ്വർഗത്തിന് അറിയേണ്ടത്. ഹല്ലേലൂയ! ഈ ഒരു അഭിഷേക നിറവിലേക്ക് കർത്താവിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർ വളരുവാൻ പരിശുദ്ധ റൂഹ അതിയായി ആഗ്രഹിക്കുകയാണ്. അതാണ് വചനം പഠിപ്പിക്കുന്നത്. സുഭാഷിതങ്ങൾ 29:18 പറയുന്നു, where there is no vision the people perish. ദർശനമില്ലാത്തിടത്ത്, പ്രവാചക ദർശനമില്ലാത്തിടത്ത് അവിടെ സഭ പരാജയപ്പെടുന്നു, അവിടെ കുടുംബങ്ങൾ തകരുന്നു, അവിടെ ആത്മാക്കൾ നശിക്കുന്നു, അവിടെ ദൈവരാജ്യം ക്ഷയിച്ചു പോകുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് സുവിശേഷ പ്രവർത്തനങ്ങൾ പലപ്പോഴും ഇന്ന് ക്ഷയിച്ചു പോകുന്നുവെങ്കിൽ, വേണ്ട വിധം അത് ഫലപ്രദമാകുന്നില്ലെങ്കിൽ, തെരഞ്ഞെടുക്കപ്പെട്ടവരായ നമ്മുടെ സുവിശേഷ ദർശനത്തിൽ മങ്ങലേറ്റത് കൊണ്ടാണ് നമുക്ക് എവിടെയോ ക്ഷയാത്മകത, അപജയം സംഭവിച്ചിട്ടുണ്ട്. ദർശനമില്ലാത്തിടത്ത്
ദൈവരാജ്യം വളരില്ല പ്രിയപ്പെട്ടവരെ. സുവിശേഷ വേലകൾ ശക്തിപ്പെടുകയില്ല. അതുകൊണ്ട് വചനം പറയുന്നത് കർത്താവ് തൻ്റെ സങ്കടം നമ്മെ അറിയിക്കുന്നുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ. ആ ബോധ്യം എപ്പോഴും നമുക്കുണ്ടാവണം. മാമുദീസ് എന്ന കുദാശ സ്വീകരിച്ച കർത്താവിൻ്റെ സഭയോട് ചേർക്കപ്പെട്ട ഓരോ ദൈവ പൈതലും തെരഞ്ഞെടുക്കപ്പെട്ടവനും തെരഞ്ഞെടുക്കപ്പെട്ടവളുമാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും തെരഞ്ഞെടുക്കപ്പെട്ടവനും തെരഞ്ഞെടുക്കപ്പെട്ടവളുമാണ്. എൻ്റെ സഹോദരങ്ങളെ, ഹഗായി പ്രവചനം 1-ാം അധ്യായം 2-ാം വചനത്തിൽ പറയാണ്, എൻ്റെ ആലയം പുനരുദ്ധരിക്കുവാൻ ഞാൻ സമയമായി എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നു സമയമായിട്ടില്ല, സമയമായിട്ടില്ല എന്ന് എൻ്റെ ജനം വിളിച്ചു പറയുന്നു. കർത്താവ് വേദനിക്കുകയാണ്. ആത്മാക്കൾ നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അനേകം കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, വിശ്വാസത്യാഗം സംഭവിച്ച് 10,000-കണക്കിന് ആത്മാക്കൾ, അസംഖ്യം ആത്മാക്കൾ സത്യവിശ്വാസത്തിന്റെ കൃപയിൽ നിന്ന് പിന്മാറി പോകുമ്പോൾ കർത്താവ് സങ്കടപ്പെട്ടു പറയാ, എൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ, എൻ്റെ ജനമേ, നിങ്ങൾ എന്തുകൊണ്ട് നിസ്സംഗതയും നിഷ്ക്രിയത്വമുള്ളവരുമാകുന്നു? എൻ്റെ ആലയം തകർന്നു കിടക്കുന്നത് കാണുന്നില്ലേ? ഇത് പുനരുദ്ധരിക്കേണ്ട സമയമായില്ലേ? എന്നാൽ നിങ്ങൾ പറയുന്നത് സമയമായിട്ടില്ല, സമയമായിട്ടില്ല. എൻ്റെ സഹോദരങ്ങളെ, എന്താ ഇതിൻ്റെ കാര്യം? എന്തുകൊണ്ടാണ് കർത്താവ് വിളിക്കുമ്പോൾ പലപ്പോഴും അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തത് നമുക്ക്? കർത്താവ് നമ്മൾ വിളിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? ഈ വചനത്തിന് സാക്ഷ്യം നൽകുവാൻ, സുവിശേഷ വേലയ്ക്കായി, കർത്താവിന് ധീരതയോടെ സാക്ഷ്യം നൽകുവാൻ ഇന്ന് എന്നെയും നിങ്ങളെയും കർത്താവ് വിളിക്കുന്നുണ്ട്. എന്നാൽ അതിനോട് യെസ് ലോർഡ് എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ, നമ്മുടെ സാധ്യതകളെ, കഴിവുകളെ കർത്താവിനെ കമ്മിറ്റ് ചെയ്യുവാൻ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു. എന്തുകൊണ്ട് സഹോദരങ്ങളെ? നമ്മുടെ സുവിശേഷ ദർശനം മങ്ങിപ്പോവുകയാണ്. വിളിച്ച കർത്താവിനോടുള്ള പ്രതിബദ്ധത കുറഞ്ഞു പോകുന്നു. തെരഞ്ഞെടുത്ത കർത്താവിനോടുള്ള വിശ്വസ്തത നമുക്ക് എവിടെയൊക്കെ വെച്ച് നഷ്ടപ്പെട്ടു പോകുന്നു. ഇതല്ലേ ഇന്ന് നമ്മുടെ അപജയത്തിന്റെ കാരണം? ഇതല്ലേ സ്വർഗത്തിന്റെ വേദന? കർത്താവ് പറയാണ്, നിങ്ങൾ സമയമായില്ല, സമയമായില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ സമയമായില്ല, അല്ലെങ്കിൽ ഇപ്പോൾ സമയമായിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് മതി സുവിശേഷ വേല, അല്ലെങ്കിൽ വീട്ടുകാര്യങ്ങൾ കുറേ ഒന്ന് ക്രമപ്പെടുത്തിയിട്ടാവാം, കുറച്ചുകൂടി ഉണർവോടെ അങ്ങ് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാം എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ പലപ്പോഴും ദൈവം തരുന്ന വിളിയിൽ നിന്ന് വഴിമാറിപ്പോവുകയാണ്. ഹഗായി പ്രവചനം 1:9 പറയുന്നുണ്ട്, കാരണം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളിൽ വ്യഗ്രത പൂണ്ട് ജീവിക്കുകയാണ്. ഇതല്ലേ സത്യം സഹോദരങ്ങളെ? എൻ്റെ വീട്, എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കള്, എൻ്റെ ബിസിനസ്, എൻ്റെ ജോലി, എൻ്റെ ആരോഗ്യം, എൻ്റെ സമ്പത്ത്, എൻ്റെ നമ്മുടെ കാര്യങ്ങൾ അസുഖപ്രദമായി നടക്കണം, കംഫർട്ടായി പോകണം, നമ്മുടെ കാര്യങ്ങൾ എല്ലാം ക്രമപ്പെടണം. ഈ നമ്മെക്കുറിച്ചുള്ള വ്യഗ്രത, നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ചുള്ള വ്യഗ്രത, നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള വ്യഗ്രത, നമ്മുടെ മക്കളെക്കുറിച്ചും അവരുടെ ഭാവിയെക്കുറിച്ചും അവരുടെ പഠനത്തെക്കുറിച്ചും നമ്മുടെ ജോലിയെക്കുറിച്ചും ഒക്കെയുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ വ്യഗ്രതകൾ മൂലം കർത്താവ് നൽകുന്ന ഈ വിളിയിൽ നിന്ന് നമ്മൾ സമയമായിട്ടില്ല, കുറച്ച് കഴിയട്ടെ, അല്പം കഴിയട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ വഴിമാറിപ്പോവുക. എല്ലാം കർത്താവ് ഒരുക്കി തന്നു. എന്തിനു വേണ്ടി? സുവിശേഷം പ്രഘോഷിക്കാൻ, കർത്താവിൻ്റെ സാക്ഷി നൽകി. നമുക്ക് എന്താ കർത്താവ് തരാത്ത? ഈ സഹോദരങ്ങളെ, കർത്താവ് നമുക്ക് എന്താ തരാത്ത? ആരോഗ്യം തന്നിട്ടില്ല, അത്യാവശ്യം ജീവിത സൗകര്യങ്ങൾ തന്നിട്ടില്ലേ? നമുക്ക് അതിന് വേണ്ട സ്വല്പമായ സാധ്യതകൾ തന്നിട്ടില്ലേ? കഴിവ് തന്നിട്ടില്ലേ? പലർക്കും അതിന് ആവശ്യമായ സമ്പത്ത്, പണം തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ റിസോഴ്സും കർത്താവ് തന്നിട്ടാണ് നമ്മൾ ഈ കളി കളിക്കുന്നത്. സമയമായിട്ടില്ല, കുറച്ച് കഴിയട്ടെ, അല്പം കഴിയട്ടെ, അല്ലെങ്കിൽ നമുക്ക് സംശയമാണ്, അത് എനിക്ക് എന്നെ കൊണ്ട് കൂട്ടിയേ കൂടോ, എനിക്ക് ചെയ്യാൻ പറ്റുമോ, കർത്താവ് എന്നെ വിളിച്ചിട്ടുണ്ടോ, എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടോ, ഞാൻ അതിന് യോഗ്യനാണ് എന്നുള്ള പല 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 സംശയങ്ങളാൽ, ആശയക്കുഴപ്പങ്ങളിലാലും നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് വഴിമാറിപ്പോകുന്നു. കർത്താവ് പറയാ, എനിക്ക് സങ്കടമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ മാത്രം വ്യഗ്രത പൂണ്ട് ജീവിക്കുന്നതിൽ എൻ്റെ ജനമേ എനിക്ക് സങ്കടമുണ്ട് എന്ന്
ഹഗ്ഗായി പ്രവചനത്തിലൂടെ ദൈവത്തിന്റെ റൂഹ നമ്മെ അറിയിക്കുകയാണ്. ഇത് നമ്മുടെ ചങ്കിലേക്ക് ഏറ്റെടുക്കേണ്ട തിരുവചന ഭാഗമാണ് പ്രിയപ്പെട്ടവരെ. ഹഗ്ഗായി പ്രവചനം 1-ാം അധ്യായം 2, 4, 9 വചനങ്ങൾ. കർത്താവ് ചോദിക്കുന്നുണ്ട്, എന്റെ ജനം നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ, എന്റെ ആലയം തകർന്നു കിടക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് മച്ചിട്ട ഭവനങ്ങളിൽ നിങ്ങൾ കഴിയുന്നു? നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ കംഫർട്ട് സോണുകളിലായിരിക്കുന്നു? ഇതെല്ലാം ഞാൻ തന്നതല്ലേ? ഇതെല്ലാം എൻ്റെ ദാനമല്ലേ? ഇതെല്ലാം എൻ്റെ വിശ്വസ്തതയല്ലേ? കർത്താവ് നമ്മോട് ചോദിക്കുന്നത്, സഹോദരങ്ങളെ, നമ്മളിങ്ങനെ പോയാൽ മതിയോ? നമ്മുടെ നിസ്സംഗതയാണ് ഇന്ന് പിശാചിൻ്റെ രാജ്യത്തിൻ്റെ വിജയമെന്ന് പറയുന്നത്. കർത്താവ് നമ്മളോട് പറയുകയാണ്, സുവിശേഷ ദർശനം മങ്ങിപ്പോകരുത്. ജീവിതത്തിൻ്റെ വ്യഗ്രതകൾ മൂലം ഇന്ന് എത്ര പേരാ കർത്താവ് നൽകിയ വിളി നഷ്ടപ്പെടുത്തി പോയത്. അവരെ ശരിയാ കുടുംബക്കാർ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വിളിച്ച കർത്താവ് വിശ്വസ്തനാണ്. കർത്താവിന്റെ വിശ്വസ്തതയിൽ വിശ്വസിക്കാൻ നമുക്ക് എത്ര പേർക്ക് കഴിയുന്നുണ്ട് സഹോദരങ്ങളെ? കർത്താവ് വാക്കു പറഞ്ഞ് ചതിക്കുന്നവനല്ല. കർത്താവിന്റെ വിശ്വസ്തതയിൽ വിശ്വസിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ ചങ്ക് തുറന്ന് ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ! ജീവിക്കുന്ന കർത്താവിന്റെ വചനമാണിത്. അവിടുത്തെ വിശ്വസ്തനായ ദൈവമാണ്. തൻ്റെ വചനങ്ങളോട് 100% വിശ്വസ്തത ഉടമ്പടി പുലർത്തുന്നവൻ. നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കർത്താവ് മതിയായവൻ. അവൻ ഓൾമൈറ്റി അല്ലേ? എത്രയോ അനുഭവങ്ങൾ പറയാനുണ്ട്. ജീവിതത്തിന്റെ വ്യഗ്രതകൾ മൂലം സ്വർഗം നിന്റെ മേലിട്ടിരിക്കുന്ന സുവിശേഷ വിളി നീ നഷ്ടപ്പെടുത്തി കളയരുത്. ദൈവത്തിന്റെ പൈതലേ, പ്ലീസ് നഷ്ടപ്പെടുത്തരുത്. കർത്താവ് നിനക്ക് തന്നിരിക്കുന്ന സുവിശേഷ ദർശനം മങ്ങിപ്പോകാൻ നീ ആരെയും ഒന്നിനെയും അനുവദിക്കരുത്. അത് കർത്താവിനോടുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റ് ആണ്, നമ്മുടെ പ്രതിബദ്ധതയാണ്. അത് പേഴ്സണലി ആണ്, വ്യക്തിപരമാണ്. അവിടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ മക്കൾക്കോ നാട്ടുകാർക്കോ ധ്യാനിപ്പിച്ച ധ്യാനഗുരുവിനോ എൻ്റെ വികാരി അച്ഛനോ എൻ്റെ ബന്ധുമിത്രങ്ങൾക്കൊന്നും അവിടെ റോളില്ല പ്രിയപ്പെട്ടവരെ. അത് ഞാനും എൻ്റെ കർത്താവും തമ്മിലുള്ള പേഴ്സണൽ ഉടമ്പടിയാണ്, പേഴ്സണൽ ഒരു കമ്മിറ്റ്മെന്റ് ആണ്. ഹല്ലേലൂയ! ലോകത്തിൻ്റെ മോഹങ്ങൾ, നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, നമുക്ക് ആ ആവശ്യമുണ്ട്, ഈ ആവശ്യം ശരിയാ, ഈ ആവശ്യങ്ങൾ നമ്മളെക്കാൾ കൂടുതൽ കർത്താവ് അറിയുന്നില്ലേ? നിങ്ങൾ എന്തിനാണ് ആകുലചിത്തരാകുന്നതെന്ന് കർത്താവ് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടല്ലോ. പൗലോസ് പറയുന്നുണ്ട് വേദനയോടെ, തിമോത്തിയോസിന് 2-ാമത്തെ ലേഖനം 4-ാം അധ്യായം 10-ാം വചനത്തിൽ, ഈ ലോകത്തോടുള്ള ആസക്തി മൂലം ദേമസ് എന്നെ വിട്ടുപോയി. ഒരു അപ്പന്റെ ഹൃദയവേദനയോടെയാണ് പൗലോസ് ഇത് പറയുന്നത്. ഈ ലോകത്തോടുള്ള ആഗ്രഹം മൂലം, ആസക്തി മൂലം ദേമസ് എന്നെ വിട്ടുപോയി. നല്ല സുവിശേഷ വേലക്കാരനായിരുന്നു, തീഷ്ണമതിയായ സുവിശേഷ പ്രഘോഷകൻ, മിഷണറി ആയിരുന്നു ദേമസ്. എന്നാൽ ലോകത്തോടുള്ള മോഹവും ലോകത്തോടുള്ള ആസക്തി മൂലം അവൻ്റെ സുവിശേഷ ദർശനം മങ്ങിപ്പോയി. അവൻ്റെ വിളി അവൻ നഷ്ടപ്പെടുത്തി. ഇതാണ് ഇന്ന് അനേകർക്ക് സംഭവിക്കുന്നത്. അനേകർ വിളി നഷ്ടപ്പെടുത്തുന്നു. ഇനി എങ്ങനെ ജീവിക്കും? എങ്ങനെ കുടുംബം ക്രമപ്പെടുത്തും? മക്കൾക്ക് എങ്ങനെ ആഹാരം കൊടുക്കും? അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഫീസ്, അവർക്ക് വേണ്ട അത്യാവശ്യ സൗകര്യങ്ങൾ, ഇത് ഞാൻ ഈ സുവിശേഷ വേലയിൽ നിന്നുകൊണ്ട് എങ്ങനെ ചെയ്തു കൊടുക്കും? നീ ആകുലപ്പെടണ്ട. കർത്താവ് വിശ്വസ്തനാണ്. വിശ്വസിക്കാൻ പറ്റൂ? ചിലർ ചിന്തിക്കും, എൻ്റെ സഹോദര, ഇതൊക്കെ ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ എളുപ്പം അല്ലേ? അല്ല സഹോദരൻ, 15-ാമത്തെ വയസ്സിൽ സുവിശേഷ വേലയ്ക്ക് ജീവിതം സമർപ്പിച്ചതാണ്. 22-ാമത്തെ വയസ്സിൽ പൂർണ്ണ സമയം ഫുൾ ടൈം സുവിശേഷ വേലയ്ക്ക് ജീവിതത്തെ കർത്താവിന് ഏൽപ്പിച്ചു കൊടുത്തതാണ്. എൻ്റെ സഹോദരങ്ങളെ, കർത്താവ് വിശ്വസ്തനാണ്. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. അവിടുന്ന് നല്ലവനാണ്. കർത്താവ് നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലും അവൻ കരുതിയിരിക്കും. എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കുമെന്ന് കർത്താവിൻ്റെ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പ്രസംഗിക്കാനുള്ളൊരു വചനമല്ല, അത് എഴുതുവാനുള്ളൊരു വചനമല്ല, അത് പ്രബന്ധങ്ങൾ തയ്യാറാക്കാനുള്ളൊരു വചനമല്ല. അത് ഇന്നും നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റാൻ കഴിയുന്ന കർത്താവ്, അവൻ ജീവനോടെ ജീവിക്കുകയാ തൻ്റെ വചനങ്ങളിലൂടെ. ഹല്ലേലൂയ! ചങ്കുറപ്പിക്കാൻ പറ്റൂ, ഹൃദയം കൊടുക്കാൻ പറ്റൂ, ഈ വചനത്തിൽ നിന്റെ ജീവിതത്തിന്റെ വേരുകൾ ഉറപ്പിക്കാൻ പറ്റൂ. ദിനം തോറും
കർത്താവ് നമ്മുടെ മേൽ ഇട്ടിരിക്കുന്ന ഈ അഭിഷേകം പെരുകും പെരുകും പെരുകി പെരുകി വരാൻ തുടങ്ങും. ദേമാസിന് സംഭവിച്ച ഗതികേട്, ആ പരാജയം നമുക്ക് സംഭവിക്കില്ല സഹോദരങ്ങളെ. നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുക, കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കുക. എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. അവൻ പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുകയില്ല. പിന്മാറ്റം പരിശുദ്ധാത്മനെ ഒരുപാട് വേദനിപ്പിക്കുന്നു, സങ്കടപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, സുവിശേഷ വേലയിൽ കമ്മിറ്റഡ് ആകുക. ആയിരിക്കുന്ന മേഖലകളിൽ, ആയിരിക്കുന്നിടങ്ങളിൽ, നമ്മുടെ ജോലി സ്ഥലത്ത് കർത്താവിന് സാക്ഷ്യം നൽകണം, നമ്മുടെ വിശ്വാസത്തിന് സാക്ഷ്യം നൽകണം. ബിസിനസ് മേഖലകളിൽ, നമ്മുടെ ക്യാമ്പസുകളിൽ, നമ്മുടെ സ്വന്തം കുടുംബത്തിൽ, ബന്ധുമിത്രങ്ങളിൽ, ഫ്രണ്ട് സർക്കിളിൽ, നമ്മളായിരിക്കുന്നിടത്ത് അഭിമാനത്തോടെ, ധീരതയോടെ, ആനന്ദത്തോടെ കർത്താവിന് സാക്ഷ്യം നൽകുക. ഇതിനേക്കാൾ ബ്ലെസ്സഡായ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കാനില്ല സഹോദരങ്ങളെ. ഈ സത്യം മനസ്സിലാക്കി നമുക്ക് കർത്താവിൻ്റെ വിളിയോടും തെരഞ്ഞെടുപ്പിനോടും ക്രൈസ്തവരായി നമുക്ക് കൂടുതൽ കമ്മിറ്റഡ് ആകാം, പ്രതിബദ്ധതയുള്ളവരാകാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ